Hey guys, welcome back to our channel. ഇന്ന് നമ്മൾ പുതിയൊരു അൺബോക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ്മിയുടെ ലേറ്റസ്റ്റ് മോഡലായ റെഡ്മി നോട്ട് 9 പ്രോ ആണെന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നീ നോക്കുമ്പോ അൺബോക്സ് ചെയ്യുന്നത് ഇത് നമുക്ക് ചെറിയ ബോക്സ് ഉണ്ട്. ഫോൺ എടുക്കുന്നു. നമുക്കതൊന്ന് ബൂട്ട് ചെയ്യാൻ നോക്കാം. ഇനി ബാക്കി ബോക്സിൽ എന്തൊക്കെ ചാർജിങ് ഒരു അഡാപ്റ്റർ ഉണ്ട്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. നമുക്ക് ഒരു സി ടൈപ്പ് ചാർജിങ് ബാറ്ററി ഉണ്ട്. ഇതൊരു സാധനം നമ്മുടെ ബോക്സിലുള്ളത്. ഈ ചിലപ്പോൾ നമ്മുടെ ഫോൺ ബൂട്ടിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഫോൺ വേരിയന്റ് വരുന്നത് 4GB റാമും 128GB ഇന്റർനെറ്റാണ് ഈ ഒരു വേരിയന്റ്. ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യർ വൈറ്റ് ആണ് ഇതിന്റെ കളർ വരുന്നത്. ഈ ഫോൺ റേറ്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ 16,000 രൂപയാണ് ഇതിന്റെ റേറ്റും വരുന്നത്. ഫുൾ എച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിന് കൊറില്ല ഗ്ലാസ് 5 ആണ് ഫ്രണ്ടും ബാക്കിൽ വരുന്നത്. ബാക്കും ഗ്ലാസ് ആണ് ഇതിന്റെ. സൈഡ് പാനൽ വരുന്നത് മെറ്റലാണ്. അതെല്ലാം ശ്രദ്ധിച്ച് കാണാൻ പറ്റും. നമ്മൾ സൈഡാണ് ഫിംഗർ പ്രിന്റ് വരുന്നത്. അതുപോലെ ഈ സൈഡിൽ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്. അതുമ്പോൾ തന്നെയാണ് ഒരുമിച്ചാണ് വരുന്നത്. പിന്നെ നമ്മുടെ വോളിയം ബട്ടൺ, പിന്നെ ഇവിടെ സിം ഇഞ്ചക്ഷൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, മുകളിൽ നമ്മുടെ റിമോട്ട് കൺട്രോളിങ് വരുന്നുണ്ട്. പിന്നെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ സി ടൈപ്പ് ചാർജിങ് ജാക്ക് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഹെഡ്സെറ്റിന്റെ ജാക്ക്. നമുക്ക് ഹെഡ്സെറ്റ് നമുക്ക് ബോക്സിനുള്ളിൽ അവൈലബിൾ ആയിട്ടില്ല. നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മളൊരു പുറത്തത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രോസസ്സർ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന് ക്വാൾക്കം സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊസസ്സറായ 720Gയുടെ പ്രൊസസ്സറായിരുന്നു. അത്യാവശ്യം സ്പീഡായിട്ടുള്ള പ്രൊസസ്സറാണ് അതിൽ വരുന്നത്. അത്യാവശ്യം നല്ല സ്പീഡുള്ള പ്രൊസസ്സറാണ്. നമ്മുടെ പ്രോ മാക്സിനും ആ ഒരു സെയിം പ്രൊസസ്സർ തന്നെ വരുന്നത്. നെക്സ്റ്റ് നമ്മളിതിന്റെ ക്യാമറ കഴിഞ്ഞാൽ ഇതൊരു 4 ക്യാമറ ആയിട്ട് വരുന്നത്. ഇതിപ്പം 48 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 5 MB മാക്രോ, 2 MB ഡെപ്ത്, ഇങ്ങനെ 4 ക്യാമറ ഇട്ടാണ് ഒരു ഫോൺ വരുന്നത്. ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഒരു 16 MB സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. അത്യാവശ്യം ബാറ്ററിയുള്ള ഒരു സെൽഫി ക്യാമറ ഇതിന് വരുന്നുണ്ട്. ബാറ്ററി കപ്പാസിറ്റി ആണ് ഇതിനൊരു 5020 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു ഡ്യുവൽ സിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്മറി കാർഡും ഒരു സിം ആയിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ രണ്ടും നാനോ സിമ്മാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. 4G ആണ്, സപ്പോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സിമ്മും ഒരു SD കാർഡ് യൂസ് ചെയ്യാൻ നമുക്ക്. അത് 512GB ആണ് നമ്മുടെ SD കാർഡിന്റെ ഏറ്റവും മാക്സിമം കപ്പാസിറ്റി സ്റ്റോറേജ് വരുന്നത്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത്
190 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. പക്ഷെ അത് ഒരു ഫീൽ ചെയ്യണില്ല നമുക്ക് എടുക്കുമ്പോൾ. അത്യാവശ്യം ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് നമ്മൾ നമുക്കിനി ചെറിയ ബോക്സും തുറന്നു നോക്കാം. അത് നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സിംഗിളിന്റെ പിന്നുണ്ട്. ഡോക്യുമെന്റേഷൻസ് ഉണ്ട് നമുക്ക്. പിന്നെ എല്ലാ ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ട്രാൻസ്പാരന്റ് റബ്ബർ കേസ് ഉണ്ട്. നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണിന്റെ ഒപ്പം റബ്ബർ കേസ് കൊടുക്കും. അത് നല്ലൊരു ഇതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്ത് പുതിയ സെറ്റൊക്കെ നമുക്ക് പുതിയ കവറൊക്കെ ഇടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു കാര്യമാണ് അവർ കൊടുക്കുന്നത്. അവർക്ക് അത്യാവശ്യം സേഫ്റ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മുടെ ആലുവ മൈജിയിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുണ്ടെങ്കിൽ ഞാൻ മൈജിയുടെ ഫോൺ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. Still and stay tuned. Caught in the crossfire.